إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച നാളുകൾ പിന്നിട്ട് അതിൻ്റെ തുടർച്ചയ്ക്കു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. ചെയ്ത സൽക്കർമ്മങ്ങളിലൂടെ ഇഹലോകത്തും പരലോകത്തും സന്തോഷം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം പാഴായി പോകാതിരിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും സൽസ്വഭാവങ്ങളിലും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളെക്കാളും വലിയ നഷ്ടക്കാരായിരിക്കും അവയിലെല്ലാം ശ്രദ്ധിച്ച് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. ചില ആളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു വാചകമുണ്ട്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ. ആ ആളുകൾ ചെയ്ത കർമ്മങ്ങളുടെ നേരെ നാം അങ്ങ് ചെല്ലും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. എന്നിട്ട് ചിന്നിച്ചിതറിയ ധൂളികളാക്കി, പാറിപ്പോകുന്ന പൊടിയാക്കി അവൻ്റെ കർമ്മങ്ങളെ ഞാൻ മാറ്റും. അള്ളാഹു അത്തരം അപകടകാരികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ ധൂളികളാക്കി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായാൽ സഹോദരങ്ങളെ, അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. കുറേ ദ്വാരങ്ങളുള്ള വെള്ളപ്പാത്രം നിറക്കാൻ ശ്രമിക്കുന്നവനെ പോലെ നമ്മളാകാൻ പാടില്ല എന്നർത്ഥം. വിശ്വാസികളായ നമ്മെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട കാര്യം ഖുർആനിലെ സൂറത്ത് മുഹമ്മദിൻ്റെ 47-ാം അധ്യായത്തിൻ്റെ 33-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, വ അത്തിഉർ റസൂൽ, പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണേ, വലാ തുബ്തിലൂ അഅമാലക്കും,
നിങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ പൊളിച്ചു കളയല്ലേ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ പ്രവാചകനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെയും പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിച്ച്, പ്രവാചകനുസരിച്ച്, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലാ തുബ്തിലൂ അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പൊളിച്ചു കളയല്ലേ, നിഷ്ഫലമാക്കല്ലേ. ചെയ്ത കർമ്മങ്ങൾ പാളിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുകയും ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ മറന്ന് അക്ഷമരായി ഇബാദത്തുകളിൽ നിന്ന് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞതെന്താണ്? വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയഅ്ബുദുല്ലാഹ അലാ ഹർഫ്, അവർ ഒരു വക്കത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. ഫഇന്ന അസ്വാബഹു ഖൈർ ഇത്മഅന്ന ബിഹി, അവർക്ക് നന്മകൾ ലഭിക്കുമ്പോൾ അവരതിൽ ശാന്തമടയുകയാണ്. അവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അള്ളാഹുവിനെ ആരാധിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകി അവരിങ്ങനെ മുന്നോട്ട് പോകും. വഇന്ന അസാബതുഹു ഫിത്ന, ജീവിതത്തിൽ കുഴപ്പങ്ങൾ കടന്നു വന്നാൽ, പ്രയാസങ്ങൾ കടന്നു വന്നാൽ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാൽ ഇൻഖലബ അലാ വജീഹി, അവർ പാട്ടിന് തിരിഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നെ എന്തിനാ ഞാൻ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തത് എന്ന നിലയ്ക്കെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറയുകയാണേ, ഖസിറദ് ദുനിയാ വൽ ആഖിറ, അവർക്ക് ഇഹലോകവും നഷ്ടമാണ് പരലോകവും നഷ്ടമാണ്. ഖസിറദ് ദുനിയാ വൽ ആഖിറ, ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവരാണവർ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതത്രേ വ്യക്തമായ നഷ്ടം, അതല്ലേ ഏറ്റവും വലിയ നഷ്ടം. അവർക്ക് ദുനിയാവുമില്ല പരലോകവുമില്ല, ഇഹലോകവുമില്ല പരലോകവുമില്ല, ദീനും നഷ്ടപ്പെട്ടു ദുനിയാവും നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, അങ്ങനത്തെ ഒരു അവസ്ഥ സത്യവിശ്വാസികളായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങളെ തിന്നു തീർക്കുന്ന, നമ്മുടെ സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന, നമ്മുടെ പുണ്യങ്ങളെ നശിപ്പിച്ചു കളയുന്ന നാശകാരികളായ ചില അപകടകാരികളായ ചില തിന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത്തരം സുഹൃതങ്ങളെ പൊളിച്ചു കളയുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമത്തേത് അൽ കുഫ്റു, അവിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ അഖീദയിൽ വല്ല പിഴവും സംഭവിച്ചാൽ നാം ചെയ്തതെല്ലാം വെറുതെയാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ തറാവീഹും നമ്മുടെ ദിക്റും നമ്മുടെ ദുആവും നമ്മുടെ സ്വതക്കയും എല്ലാം പൊളിഞ്ഞു പോകും വിശ്വാസം ശരിയായില്ലെങ്കിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുക വിശ്വാസികളിൽ നിന്ന് മാത്രമാണ്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ് അവൻ മുഅ്മിനാവുക എന്നത്, ഈമാനിൽ പുഴുക്കുത്തില്ലാത്തവനാവുക എന്നത്. കാഫിറുകളായ ആളുകൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പരലോകത്ത് അവർക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ കാഫിറുകളായ, അഖീദയിൽ പിഴവ് സംഭവിച്ച, വിശ്വാസത്തിൽ മായം കലർന്ന ആളുകളുടെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്താണ്? വല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകളില്ലേ, അഅ്മാലുഹും കസറാബിൻ ബിഖിഅ യഹ്സബുഹുൽ ലംആനു മാഅ, അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങൾ കസറാബിൻ ബിഖിഅ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളമാണെന്ന് തോന്നും, അടുത്തെത്തുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവുകയില്ല. യഹ്സബുഹുൽ ലംആനു മാഅ, ദാഹിക്കുന്ന ഒരു മനുഷ്യന് അവിടെ വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ തോന്നും. വെള്ളം ഇളകുന്നത് പോലെയൊക്കെ ദൂരെ നിന്ന് നോക്കുന്നവന് അനുഭവപ്പെടും. പക്ഷേ ഹത്താ ഇദാ ജാഅഹു, അവിടേക്ക് എത്തിപ്പെട്ടാലോ ലം യജിദ്ഹു ശൈആ, ഒന്നും അവിടെ കാണുകയില്ല. അവിടെ എത്തുമ്പോൾ ആ വെള്ളമൊന്നും അവിടെ അല്ല. അവിടുന്ന് തോന്നും കുറേ അപ്പുറത്ത് കുറേ വെള്ളമുണ്ട് എന്ന് പോലെ കർമ്മങ്ങൾ കുറേ ചെയ്ത് റബ്ബിങ്കിലേക്ക് ചെല്ലുമ്പോൾ വിശ്വാസിയല്ലാത്തവൻ്റെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകും എന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മസലുല്ലദീന കഫറൂ ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവിശ്വസിച്ച ആളുകളുടെ കർമ്മങ്ങളില്ലേ, അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങൾ കറമാദിൻ ഇസ്തദ്ദത ബിഹിർ റീഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കറമാദിൻ, വെണ്ണീർ പോലെയാണ്, ചാരം കൊണ്ടുപോയിട്ടതുപോലെയാണ്. ഇസ്തദ്ദത ബിഹിർ റീഹു ഫി യൗമിൻ ആസിഫ്, നല്ല കാറ്റുള്ള ദിവസം പാറപ്പുറത്ത് വെണ്ണീറിട്ടാൽ അത് പാറിപ്പോകുന്നത് പോലെ അവിടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ,
വളരെ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു രംഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖലീലുള്ളയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരനായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ, ജനങ്ങൾക്ക് നേതാവാക്കി എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ തൻ്റെ ഉപ്പയുടെ വിഷയത്തിൽ എന്തെങ്കിലും ഇളവുണ്ടോ എന്നറിയാൻ റബ്ബിനോട് ചോദിച്ചു നോക്കുന്നുണ്ട്. അല്ലാഹുവേ, അന്ത്യനാളിൽ എന്നെ വഷളാക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ലേ? എൻ്റെ പിതാവ് ഇങ്ങനെ കാണുന്നതിനേക്കാളും എനിക്കൊരു വഷളത്തരം എന്താണുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആകെ മുടിയിൽ മണ്ണും പൊടിയും പുരണ്ട അവസ്ഥയിൽ കാണുമ്പോഴാണ് ഇത് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കൂ. അപ്പോഴതാ അപ്പുറത്ത് നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പിതാവായ ആസർ ഉരുണ്ട് പന്തുപോലെ കാൽച്ചുവട്ടിൽ മണ്ണിൽ പുരണ്ട് കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണും. അവൻ്റെ കുടുംബ പിടിച്ച് നരകത്തിലേക്ക് എറിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിറുകൾക്ക് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇബ്രാഹിം. അത് ഖലീലുള്ളയുടെ ഉപ്പയാണെങ്കിലും കുഫർ സംഭവിച്ചാൽ നരകമാണ് എന്നും അമലുകൾ ഉപകാരപ്പെടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തേത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇബാദത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും നിലക്കുള്ള പങ്ക് കൊടുക്കൽ വലിയ പാപമാണെന്നു മാത്രമല്ല, അമലുകളെ മുഴുവൻ അത് പൊളിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞിട്ട്, പ്രവാചകന്മാരുടെ ഫളില്, മഹത്വം എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയാണ്, വലൗ അശ്റകൂ, ഇനി അവരാണ് ശിർക്ക് ചെയ്തത് എങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. ശിർക്ക് ചെയ്താൽ അവരുടെ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് തന്നെ എന്താണ്? വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് വന്നവർക്കും വഹ്യു നൽകപ്പെട്ട വിഷയമാണ്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ അമല് പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽ പെട്ടുപോകും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ശിർക്കിൻ്റെ ഒരംശവും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. എത്രയെത്ര ആളുകളാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ശിർക്കിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ ചികിത്സാ മാർഗങ്ങൾ തേടുന്നതിന് പകരം പല ആളുകളെയും സമീപിക്കുന്നത്. അള്ളാഹുവാണ് രോഗം തന്നതെങ്കിൽ, അവനാണ് രോഗം ശിഫ നൽകുന്നത് എങ്കിൽ അതിന് കാരണമായ മരുന്നുകൾ സ്വീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിക്കുക എന്നതിലപ്പുറം ആ നിലക്കുള്ള ആളുകളെ സമീപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കായി പഠിപ്പിച്ച പലതിലേക്കും അകപ്പെട്ടു പോകുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശിർക്കിൻ്റെ ഒരംശം പോലും ജീവിതത്തിൽ വരാൻ പാടില്ല എന്നതാണ് അമല് പൊളിഞ്ഞു പോകാതിരിക്കാൻ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത് അർരിയാഉ, പ്രകടനപരതയാണ്, ലോകമാന്യതയാണ്, മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കലാണ്. സുഹൃത്തുക്കളെ, ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ പേടിക്കേണ്ടുന്ന ഒന്നാണ്. അമലുകളൊക്കെ ചെയ്യുന്നു, പക്ഷേ അതിലേക്ക് പല ചിന്തകളും കടന്നു വരുന്നു. ഞാൻ നല്ലൊരാളാണല്ലോ, അത് മറ്റുള്ളവർ അറിയണമല്ലോ എന്ന ആഗ്രഹവും ചിന്തയും കടന്നു വരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ സുന്ദരമായ ഒരു വാചകമുണ്ട്, ഇദാ ലം തുഖ്ലിസ് ഫലാ തത്അബ്. നിനക്കൊരു കർമ്മത്തിൽ ഇഖ്ലാസ് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ചെയ്ത് നീ ക്ഷീണിക്കണ്ട. നിനക്ക് നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് ഇല്ലെങ്കിൽ നീ നിസ്കരിക്കണ്ട. നീ ഖുർആൻ ഓതുമ്പോൾ നിനക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നീ ഖുർആൻ ഓതണ്ട. വെറുതെ എന്തിനാണ് ക്ഷീണിക്കുന്നത്? അധ്വാനിച്ച് പ്രയാസപ്പെടുന്നത് എന്തിനാണ്? ഇഖ്ലാസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നീയത്ത് കാത്തു സൂക്ഷിക്കണം, ഇഖ്ലാസ് കളഞ്ഞു കുളിക്കാതെ കാത്തു സൂക്ഷിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു നിയ്യ. എത്ര ചെറിയ ചെറിയ കർമ്മങ്ങളാണ് നീയത്തിൻ്റെ ശക്തി കൊണ്ട്, ഉദ്ദേശശുദ്ധി കൊണ്ട് റബ്ബിങ്കൽ വലുതായിത്തീരുന്നത്. വറുബ്ബ അമലിൻ കബീരിൻ തുസഗിറുഹു നിയ്യ. എത്ര വലിയ വലിയ കർമ്മങ്ങളാണ് നീയത്ത് പാളിപ്പോയതിൻ്റെ പേരിൽ, ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ചുരുങ്ങിപ്പോകുന്നത്, ചെറുതായി പോകുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ ചോദിക്കുകയാണ്.
സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയാ വസീനതഹ, ദുനിയാവും അതിൻ്റെ അലങ്കാരവുമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നുവഫി ഇലൈഹിം വഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, അതിൽ ചിലപ്പോൾ ഒരു കുറവും വരുത്താതെ അള്ളാഹു ഇഹലോകത്ത് വെച്ച് അവന് തന്നെന്നു വരും. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പരലോകത്ത് ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതൊക്കെ പാളിപ്പോയിട്ടുണ്ട്, അവർ പ്രവർത്തിച്ച അധ്വാനങ്ങളൊക്കെ നിഷ്ഫലമായി തീർന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൻ്റെ 15-16 ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അശ്ശിർക്കുൽ അസ്ഗർ, ലോകമാന്യത, ചെറിയ ഷിർക്കാണ് അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഷിർക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ റിയാവും കടന്നു വരാതിരിക്കാൻ, ചെറിയ ഷിർക്കും കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. സുഫിയാൻ സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, മാ അലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എൻ്റെ നീയത്തിനെ ചികിത്സിച്ച അത്ര ഒന്നിനെയും എനിക്ക് ചികിത്സിക്കേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടെ റബ്ബിൻ്റെ മുന്നിലാണ് എന്ന ബോധത്തോടെ തന്നെയാണ് തുടങ്ങുക. പക്ഷേ പിന്നെ ചിന്തകൾ മാറിപ്പോകുന്നു, പിന്നെ പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു. അത് റിയായിലേക്ക് എത്തുന്ന ചിന്തകൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ദാനധർമ്മം ചെയ്യുമ്പോൾ കൂലി ഉദ്ദേശിച്ച് തന്നെയായിരിക്കും ചെയ്യുക, പക്ഷേ അത് നാലാൾ അറിയണമെന്ന ചിന്ത പിന്നീട് കടന്നു വരുന്നു. ചികിത്സിച്ച് ഭേദമാക്കേണ്ട അസുഖമാണ് നീയത്തിൽ വരുന്ന പാളിച്ച എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല പറയുകയാണ്. സഹോദരങ്ങളെ, എത്രയോ ഗൗരവമുള്ള കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളും ധാരാളം ഇൽമ് നേടി അത് പഠിപ്പിച്ച ആളുമൊക്കെ നരകത്തിൽ പോയത് നീയത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം, നമ്മുടെ കർമ്മങ്ങളെ പൊളിക്കുന്ന നാലാമത്തെ ഒരു കാര്യമാണ് അൽ മന്നു വൽ അദാ, ചെലവഴിച്ചത് എടുത്തു പറഞ്ഞ്, ചെയ്തത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുക, ഞാൻ തന്നതാന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന നിലയ്ക്ക് ഇടയ്ക്കിടെ അതിങ്ങനെ പറയുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, ചെലവഴിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ട്, ഉപദ്രവം ചെയ്തുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങളെ പൊളിച്ചു കളയല്ലേ. അപ്പം അത് മനുഷ്യൻ്റെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യമാണ് എന്നർത്ഥം. അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ ആർക്കും എന്തും ചെയ്യുന്നത് എന്തിനാണ്? വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അള്ളാഹിൻ്റെ വജ്ഹ് കൊണ്ട്, അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നർത്ഥം. പ്രവാചകൻ പറഞ്ഞു, 3 വിഭാഗം ആളുകളെ അള്ളാഹു നോക്കുകയില്ല, അള്ളാഹുവിനോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് നരകമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് റസൂലുള്ള എണ്ണിയത് അൽ മന്നാൻ. അൽ മന്നാൻ, ചെയ്തത് ഇങ്ങനെ എടുത്തു പറഞ്ഞ് നടക്കുന്ന ആൾ, ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞു പറഞ്ഞ് പൊളിച്ചു കളയുന്ന ആൾ. ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി രാത്രി 2 മണിക്ക് എഴുന്നേറ്റപ്പോൾ പുറത്തുനിന്നൊരു വലിയ ശബ്ദം കേട്ടു. അവിടെ പുറത്തുനിന്ന് ശബ്ദം കേട്ടതോ ഒന്നുമല്ല പ്രശ്നം, ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് തഹജ്ജുദിന് എഴുന്നേറ്റപ്പോൾ. സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം ഏതെങ്കിലും ഒരു നിലക്ക് മറ്റുള്ളവരൊന്ന് അറിയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയാൽ അത് ഗൗരവമാണ് എന്നർത്ഥം. നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന 5ാമത്തെ കാര്യമാണ് തെർക്കു സലാത്തിൽ അസ്ർ, അസ്ർ നമസ്കാരം നഷ്ടപ്പെടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത്തൽ അസ്ർ ഹബിത അമലുഹു. മൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ഹബിത അമലുഹു, അവൻ്റെ കർമ്മം പൊളിഞ്ഞു പോകുന്നതാണ്. നിസ്കാരം ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല, ഏത് നിസ്കാരവും നഷ്ടപ്പെടുത്തൽ അപകടമാണ്. പക്ഷേ അസ്റിനൊന്ന് പ്രത്യേകമായി റസൂലുള്ള പറഞ്ഞു, അസ്ർ നഷ്ടപ്പെടുത്തുന്നവൻ അമലുകൾ പൊളിഞ്ഞു പോകുന്നവനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്താ. ഹാഫിളു അലസ്വലവാത്ത്, നമസ്കാരങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ. വസ്വലാത്തിൽ വുസ്താ, പ്രത്യേകിച്ച് അസ്ർ നമസ്കാരം. അസ്ർ നമസ്കാരത്തെ പ്രത്യേകം ഖുർആനിലും ഹദീസിലും എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, 6ാമത്തെ കാര്യം,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ രഹസ്യ ജീവിതത്തിൽ കടന്നു വരിക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിഹാമ പർവ്വതത്തെ ഉദാഹരിച്ചുകൊണ്ട് ഈ പർവ്വതത്തോളം നന്മ ചെയ്തിട്ടും റബ്ബിങ്കൽ നരകം വാങ്ങുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരാണ് പ്രവാചകരെ അതെന്ന് സൗബാൻ റളിയല്ലാഹുവിന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? നിങ്ങളെപ്പോലെ നമസ്കരിച്ചവരും നോമ്പെടുത്തവരും സ്വതക്ക കൊടുത്തവരും ഒക്കെ തന്നെയാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖുഹാ. പക്ഷേ ആ വിഭാഗം ഒറ്റക്കാകുമ്പോൾ ആരും അറിയാത്ത സന്ദർഭത്തിലെത്തുമ്പോൾ തിന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരുന്നു. അള്ളാഹു അത്തരം തിന്മകൾ സംഭവിച്ചു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏഴാമത്തെ കാര്യം അത്തഅല്ലി അലല്ലാഹ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅല്ലി അലല്ലാഹ്, അള്ളാഹു പറയേണ്ടത് മനുഷ്യൻ ഏറ്റെടുത്ത് പറയുക. അള്ളാഹു വിധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് വിധിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കൂ നിങ്ങൾ, താബിഈ വര്യനായ ലംലം ബിൻ ജൂസൽ യമാമി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ദഖൽതു മസ്ജിദൽ മദീന, ഞാൻ ഒരു ദിവസം മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിച്ചു. ഫനാദാനി ശൈഖുൻ, ഒരു പ്രായം ചെന്ന ആൾ എന്നെ വിളിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ യമാമി തആൽ, യമാമി ഇവിടെ വരൂ. ലംദം അൽ യമാമിയെ ഒരു വ്യക്തി വിളിക്കുകയാണ്. വമാ അരിഫു, എനിക്ക് ആളെ മനസ്സിലായില്ല. ഫഖാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാ തഖൂലന്ന ലിറജുലിൻ, നീ ഒരാളോടും പറയരുത്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക അബദാ, അല്ലാഹ് നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് നീ ഒരാളോടും പറയരുത്. വലാ യുദ്ഖിലകല്ലാഹുൽ ജന്നത അബദാ, അല്ലാഹ് ഒരിക്കലും നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ആരോടും നീ പറയരുത്. ഫഖുൽതു, അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, വമൻ അൻത യർഹമുക്കല്ലാഹ്, അല്ലാഹ് താങ്കൾക്ക് കാരുണ്യം ചെയ്യട്ടെ, താങ്കൾ ആരാ? ഫഖാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനാണ് സ്വഹാബി വര്യൻ അബൂ ഹുറൈറ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലംലം അൽ ജൂസി പറയുകയാണ്, ഇന്ന ഹാദിഹിൽ കലിമ, നിങ്ങൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, യഖൂലുഹു അഹദുനാ ലി ബഅദി അഹ്ലിഹി ഇദാ ഗളിബ ഔ ലി സൗജതിഹി, ഭാര്യയോടും മക്കളോടും ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പറയാറുള്ളൊരു വാചകമാണ്, പടച്ചോൻ പൊറുക്കൂല, അല്ലാഹ് സ്വർഗം തരൂല എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റജുലൈനി കാനാ ഫി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ രണ്ടുപേരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ നല്ല മുജാഹിദ്, ഇബാദത്തുകളിൽ പരിശ്രമിക്കുന്ന വ്യക്തി, മറ്റൊരാൾ മുദിനിബ്, തിന്മകൾ സംഭവിച്ചു പോയ ആൾ. ഈ മുജാഹിദ് നമസ്കരിക്കുമ്പോൾ മുദിനിബ് പിരടിയിൽ പോയി ചവിട്ടുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ, സുജൂദിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഇത് അല്ലാഹു നിനക്ക് പുറത്തു തരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടുപേരും മരിക്കുമ്പോൾ റബ്ബിങ്കൽ വിചാരണ ചെയ്യുമ്പോൾ ചവിട്ടിയ ആളോട് അല്ലാഹ് പറയും, എൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തന്നു, നീ സ്വർഗത്തിൽ പോവുക. ആ മുജാഹിദായ മനുഷ്യനോട് അല്ലാഹ് പറയും, നീ നരകത്തിൽ പോയിക്കൊള്ളുക. സഹോദരങ്ങളെ, എന്തേ കാരണം? എത്രയോ കാര്യങ്ങൾക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ ആ വാചകം. അല്ലാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു ഏത് പാപവും പൊറുക്കും. അല്ലാഹു കാരുണ്യവാനാണ് എന്ന എല്ലാ ആശയങ്ങളോടും എതിരായി അല്ലാഹ് പൊറുക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ നരകത്തിൽ പോവുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം, ലതകല്ലമ ബികലിമത്തിൻ വാഹിദ, അയാൾ പറഞ്ഞതൊറ്റ വാചകമാണ്, പക്ഷേ ഔബഖത് ദുനിയാഹു വ ആഖിറതഹു, ആ ഒറ്റ വാക്കുകൊണ്ട് ദുനിയാവും പരലോകവും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. അമലുകൾ അല്ലാഹു പൊളിച്ചു കളഞ്ഞു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള അതീവ ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സഹോദരങ്ങളെ, എട്ടാമത്തെ കാര്യം അൽ മുഫ്ലിസ് ആണ്. പാപ്പരായി പോകുന്ന ആളുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പലരെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, പലരെയും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്, പലരെയും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവൻ്റെ അമലുകൾ അവനെടുത്തു കൊടുക്കും, തികയാതെ വരുമ്പോൾ അവൻ്റെ തിന്മകൾ ഇവനെടുത്തു കൊടുക്കും. ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, എന്നിട്ട് അവനെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്തരം തിന്മകളിൽ നിന്ന് ബോധപൂർവം നാം വിട്ടുനിൽക്കുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന 8 കാര്യങ്ങളാണ് ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിലൊന്നാമത്തേത് കുഫർ, അവിശ്വാസവും, രണ്ടാമത്തേത് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കലും, മൂന്നാമത്തേത് റിയാ, പ്രകടനപരതയും, നാലാമത്തേത് ചിലവഴിച്ചതെടുത്തു പറയൽ, അൽ മന്നു വൽ അദ എന്നതും, അഞ്ചാമത്തേത് അസ്ർ നമസ്കാരം ഉപേക്ഷിക്കലും, ആറാമത്തേത് ഒറ്റപ്പെടുമ്പോൾ തിന്മകൾ ചെയ്യലും, ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കലും, എട്ടാമത്തേത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അന്യായമായി പലതും പറയുകയോ ചെയ്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒഴിവ് സമയം എന്നത്. മിക്ക ആളുകൾക്കും ഒരു അവധിക്കാലമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ. സഹോദരങ്ങളെ, ഒഴിവ് സമയം മഹത്തായ അനുഗ്രഹമായി കാണാനും അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും നമ്മുടെ മക്കൾക്ക് നല്ലൊരു പദ്ധതി നാം ക്രോഡീകരിച്ച് മാർഗരേഖ ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സുപരിചിതമായ, നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള, ഒരുപക്ഷെ എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ഹദീസാണ് നിഅ്മതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. നിഅ്മതാൻ, 2 അനുഗ്രഹങ്ങളുണ്ട്. മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ മിക്ക ആളുകളും അതിനെ തൊട്ട് അശ്രദ്ധയിലാണ്. അവരുടെ ഒഴിവ് സമയവും അവരുടെ ആരോഗ്യവും ചെലവഴിക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 അനുഗ്രഹങ്ങൾ, അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവുമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടാത്ത വെറും സമയം കൊല്ലികളായ ഒന്നിലും ഒരാൾ മുഴുകാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളെ പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു കാര്യമാണ് ഫറാഗക ഖബ്ല ശുഗ്ലിക, തിരക്കുകൾ വരുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവ് സമയം നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവയെ ഉപയോഗപ്പെടുത്തണം. സലഫുകൾ പറയുന്ന ഒരു വാചകമുണ്ട്, മൻ അംലാ യൗമഹു ഫി ഗൈരി ഹഖ്ഖിൻ ഖലാ ഔ ഫർലിൻ അദ്ദാ ഔ മജ്ദിൻ അസ്സല ഔ ഹംദിൻ ഹസ്സല ഔ ഖൈരിൻ അസ്സസ ഔ ഇൽമിൻ ഇക്തബസ. അറിവ് നേടാനോ ഒരു നന്മക്ക് തുടക്കം കുറിക്കാനോ ജനങ്ങൾക്ക് സേവനം ചെയ്യാനോ ദുനിയാവിലോ പരലോകത്തോ ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ മുഴുകാനോ ഒന്നും ചെയ്യാതെ ഒരാൾ സമയം ചെലവഴിച്ചാൽ ഫഖദ് അഖ്ഖ യൗമഹു, അവൻ ആ ദിവസത്തെ പാഴാക്കിയിരിക്കുന്നു. ഔ ലലമ നഫ്സഹു, അവൻ സ്വന്തത്തോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സമയം നഷ്ടപ്പെടുത്തൽ മരണത്തെക്കാളും ഗൗരവമാണ്. മരിച്ചാൽ നീ ദുനിയാവിൽ നിന്നാണ് വേർപ്പെടുന്നത്, എന്നാൽ സമയം പാഴാക്കിയാൽ റബ്ബിൻ്റെ കാരുണ്യമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോവുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും സങ്കടം വരുന്ന ദിവസം, ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ആയുസ്സിൽ നിന്നൊരു ദിവസം പോവുകയും ചെയ്തു, പ്രത്യേകിച്ചൊരു അമലും ചെയ്യാൻ സാധിച്ചിട്ടുമില്ലെങ്കിൽ അന്നായിരിക്കും. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ അധികം നന്മകൾ ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദിവസം. കാരണം ആയുസ്സിൽ നിന്നൊരു ദിവസം പോയി, പക്ഷേ അമലുകളിൽ വർധനവുണ്ടായില്ലല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്നി ല അബ്ഗിളു അർറജുല, ഒരു മനുഷ്യനോട് എനിക്ക് വെറുപ്പാണ്. അറാഹു ഫാരിഗൻ ലാ ഫി അംരി ദുനിയാ വലാ ഫി അംരിൽ ആഖിറ, ഇഹലോകത്തിൻ്റെ കാര്യവും പരലോകത്തിൻ്റെ കാര്യമൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. അവനെ കൊണ്ട് ഇഹലോകത്തിനും ഉപകാരമല്ല പരലോകത്തിനും ഉപകാരമല്ല, വെറുതെ സമയം അങ്ങ് പോയി. അത്തരക്കാരോട് എനിക്ക് വെറുപ്പാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, കുല്ലു യൗമിൻ യഈശുൽ മുഅ്മിൻ ഗനീമ, മനുഷ്യൻ ജീവിക്കുന്ന ഓരോ ദിവസവും വിലപിടിപ്പുള്ള മുത്താണ്, പാഴാക്കരുത് അത്
എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ദീർഘമായി പറയുകയല്ല സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ഒരു പ്ലാനിങ് ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഇനി തിരക്കുള്ള ദിവസങ്ങളിലേക്ക് ദിവസവും രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം മാത്രം തിരിച്ചെത്തുന്ന പഠന ഷെഡ്യൂളിലേക്ക് അവർ കയറും മുമ്പ് അവർക്ക് ഇബാദത്തുകൾക്ക് കൃത്യമായി നിർവഹിക്കാൻ ഒരു സമയം അവർ കാണട്ടെ. അവർ പഠിച്ചുപോയ ആയത്തുകളും ഹദീസുകളും മനഃപ്പാടമാക്കിയ ഹാഫിളുകളൊക്കെ വീണ്ടും ഓർമ്മ പുതുക്കട്ടെ. ധാരാളമായി അവർ ഖുർആൻ പാരായണം ചെയ്യട്ടെ. മതപരമായ അറിവ് നേടാൻ പറ്റുന്ന സംവിധാനങ്ങളും സംരംഭങ്ങളും അവർ ഉപയോഗപ്പെടുത്തട്ടെ. മാനസിക സംഘർഷം കുറക്കാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും പറ്റുന്ന ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത കളികളിൽ അവർ മുഴുകട്ടെ. അവർക്ക് കളിക്കാനൊരു സമയം വേണം, എങ്കിൽ ആ സമയത്ത് അവർ കളിച്ചോളും. അല്ലെങ്കിൽ ഫുൾ ടൈം കളിയായി മാറും. അതുകൊണ്ട് കളിക്കേണ്ട സമയമേത്, പഠിക്കേണ്ട സമയമേത്, ഉറങ്ങേണ്ട സമയമേത്, മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ട സമയമേത് എന്ന് കൃത്യമായൊരു ടൈം ടേബിൾ നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യാത്രകൾ അവർ ചെയ്യട്ടെ. കുടുംബ സന്ദർശനങ്ങൾക്കും അയൽപ്പക്ക മര്യാദകൾ പാലിക്കുന്നതിനും അവർ സമയം ചെലവഴിക്കട്ടെ. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ അവർ മുഴുകട്ടെ. ഒഴിവ് സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ ലം തുശഗ്ലിൽ നഫ്സക ഫിൽ ഹഖ് ശഗ്ഗലതക ഫിൽ ബാതിൽ. നിന്റെ ഒഴിവ് സമയത്തെ നീ നന്മയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ ഒഴിവ് സമയം നിന്നെ തിന്മയിൽ ഉപയോഗപ്പെടുത്തും. നന്മയ്ക്ക് വേണ്ടി സമയം നാം ചെലവഴിച്ചില്ലെങ്കിൽ സമയം നമ്മെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.